പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. See, when the Holy Spirit comes upon you, you will receive the power. അതായത് എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവ് വന്നാൽ ലക്ഷണം എന്തെന്ന് വെച്ചാൽ പവർ അവർക്ക് ലഭിക്കും. എന്തിനാണ് ഈ പവർ? വെറുതെ ആർക്കെങ്കിലും പവർ കൊടുക്കൂ? വെറുതെ ആർക്കെങ്കിലും ശക്തി കൊടുക്കൂ? എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിലല്ലേ ശക്തി കൊടുക്കുള്ളൂ. ശരി, ഇദ്ദേഹത്തിന് എന്തിനാ മ്യൂസിക് വായിക്കാനുള്ള ഒരു കഴിവ് കൊടുത്ത്? എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് പുള്ളിക്ക് കഴിവ് കൊടുത്തത്. ഓക്കെ, അതിന് പകരം അദ്ദേഹം ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെങ്കിലോ അദ്ദേഹത്തിന്റെ അനുഗ്രഹം പോകും, അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. ഇന്നലെ പലർക്കും ശക്തി ലഭിച്ചു. അവർക്ക് അറിയില്ല ഈ ശക്തി കൊണ്ട് എന്ത് ചെയ്യണം. അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്കൊരു ഉടുപ്പ് തന്നിട്ടുണ്ട്. ആ ഉടുപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ അഭിഷേകം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ബഹുമാനിക്കണം. യു ഷുഡ് റെസ്പെക്ട് ദ ഹോളി സ്പിരിറ്റ്, ഓണർ ദ ഹോളി സ്പിരിറ്റ്. ആദരിക്കണം. അടുത്തിരിക്കുന്ന പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ആദരിക്കണം. ഓണർ ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ഗോഡ്. ഓണർ ദ ഹോളി സ്പിരിറ്റ്. You should honor, you should respect. Okay? അപ്പം അതാണ് നീ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഏറ്റവും കൂടുതൽ സ്ഥാനം നിന്റെ ജീവിതത്തിൽ കൊടുത്താൽ മറ്റ് എല്ലാ പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറും. നിന്റെ ജഡിക അവസ്ഥ മാറും. നീ ആത്മാവിലായിരിക്കും. നീ ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന് നിന്റെ ജഡത്തിനെ ദൈവം തമ്പുരാൻ ഏറ്റെടുത്ത് അതിനെ കൊന്നുകളയും. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലൂടെ പ്രവഹിക്കാൻ തുടങ്ങും. അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, 1:8 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി പ്രാപിച്ച് നീ ജെറുസലമിലും സമരയിലും ജൂദയായാലും പ്രാന്തപ്രദേശങ്ങളും ലോകത്തിന്റെ അറ്റത്തോളം എനിക്ക് വേണ്ടി സാക്ഷികൾ ആകും. ഹല്ലേലൂയ.